Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ഏപ്രിൽ 9 വ്യാഴാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിൽ രണ്ടാഴ്ചത്തെ വെടിനിർത്തലിന് ധാരണയായതിനെ ബഹ്റിൻ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതും നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കമിടുന്നതും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള പോസിറ്റീവ് നീക്കമാണെന്ന് മന്ത്രാലയം വിലയിരുത്തി. ഈ ധാരണയ്ക്ക് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ബഹ്റിൻ അഭിനന്ദിച്ചു. UN പ്രമേയപ്രകാരം GCC രാജ്യങ്ങൾക്കും ജോർദാനുമെതിരായ ആക്രമണങ്ങൾ ഇറാൻ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും മിസൈൽ ഡ്രോൺ വികസനവും അയൽരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലും നിർത്തണമെന്നും ബഹ്റിൻ വ്യക്തമാക്കി. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ തുടർന്ന് അടച്ചിട്ടിരുന്ന ബഹ്റിൻ വ്യോമപാത വീണ്ടും തുറന്നു. ഇതോടെ ഗൾഫ് എയർ തങ്ങളുടെ അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിച്ചു. കേരളത്തിലെ കൊച്ചി, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് നേരിട്ടുള്ള വിമാനങ്ങൾ ലഭ്യമാകുന്നത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിരന്തര നിരീക്ഷണം ഏർപ്പെടുത്തിയതായും വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഉടൻ പൂർണ്ണതോതിലാകുമെന്നും സിവിൽ ഏവിയേഷൻ അറിയിച്ചു. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് തിരിക്കും മുൻപ് ഏറ്റവും പുതിയ സമയവിവരങ്ങൾക്കായി ഗൾഫ് എയർ വെബ്സൈറ്റോ ആപ്പോ പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. സഹകരിച്ച വിവിധ മന്ത്രാലയങ്ങൾക്കും സൗദി ഭരണകൂടത്തിനും ഗൾഫ് എയർ ഗ്രൂപ്പ് ചെയർമാൻ നന്ദി രേഖപ്പെടുത്തി. ഇറാനിയൻ പ്രകോപനത്തെ തുടർന്നുള്ള പ്രത്യേക സാഹചര്യത്തിൽ രാജ്യത്തെ സുരക്ഷാ സജ്ജീകരണങ്ങൾ വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ നാഷണൽ ആംബുലൻസ് സെന്ററിലും സെക്യൂരിറ്റി മീഡിയ സെന്ററിലും സന്ദർശനം നടത്തി. പ്രതിസന്ധി ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ കാട്ടിയ പ്രതിബദ്ധതയെ അഭിനന്ദിച്ച അദ്ദേഹം രാജാവിന്റെയും കിരീടാവകാശിയുടെയും നന്ദി അവരെ അറിയിച്ചു. അടിയന്തര പ്ലാനിന്റെ ഭാഗമായി 176 ആംബുലൻസുകൾ സജ്ജമാക്കിയതും കൃത്യമായ വാർത്താവിനിമയത്തിലൂടെ ഭീതിയകറ്റാൻ സെക്യൂരിറ്റി മീഡിയയ്ക്ക് സാധിച്ചതും മന്ത്രി എടുത്തു പറഞ്ഞു. മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പുകൾക്ക് സോഷ്യൽ മീഡിയയിൽ 12.8 കോടിയിലധികം വ്യൂസ് ലഭിച്ചത് സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചുവെന്നും മണിക്കൂറുകൾക്കുള്ളിൽ ഓപ്പറേഷണൽ നിലയിലേക്ക് മാറാൻ ബഹ്റൈന് സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹ്റിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട 194 മിസൈലുകളും 515 ഡ്രോണുകളും തകർത്തതായി ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. സൈന്യത്തിന്റെ അതീവ ജാഗ്രതയും പ്രവർത്തനക്ഷമതയുമാണ് രാജ്യത്തിന്റെ ആകാശസീമ സുരക്ഷിതമാക്കിയത്. സാധാരണക്കാരെയും സ്വകാര്യ സ്വത്തുക്കളെയും ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും പ്രാദേശിക സമാധാനത്തിന് ഭീഷണിയുമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. മേഖലയിലെ സംഘർഷാവസ്ഥയ്ക്കിടെ ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 999 ഹോട്ട്ലൈനിലേക്ക് എത്തിയത് 1,13,328 അടിയന്തര കോളുകൾ. ഇറാനിയൻ പ്രകോപനത്തെ തുടർന്നുള്ള പ്രത്യേക സാഹചര്യത്തിൽ അതിവേഗത്തിൽ പ്രതികരിക്കാനും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും പോലീസ്, സിവിൽ ഡിഫൻസ്, ആംബുലൻസ് വിഭാഗങ്ങൾക്ക് സാധിച്ചു. ഓപ്പറേറ്റർമാർ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയതും റെസ്പോൺസ് ടീമുകളുടെ ഏകോപിതമായ പ്രവർത്തനവും ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ സഹായിച്ചു. ആസൂത്രിതമായ നീക്കങ്ങളിലൂടെ പരിഭ്രാന്തി ഒഴിവാക്കി സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ കഴിഞ്ഞതായി മന്ത്രാലയം വ്യക്തമാക്കി. ബഹ്റിനിൽ കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്കായി നൽകിവരുന്ന ജീവിത ചെലവ് ആനുകൂല്യം കൈപ്പറ്റുന്നവരുടെ എണ്ണം 1.38 ലക്ഷം കവിഞ്ഞതായി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. 2026 മാർച്ചിലെ കണക്കുകൾ പ്രകാരം ആകെ 1,38,909 ഗുണഭോക്താക്കളാണ് ഈ പദ്ധതിയിലുള്ളത്. കുടുംബനാഥന്റെ വരുമാനം അടിസ്ഥാനമാക്കി 130, 97, 75 ദീനാർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് സഹായധനം വിതരണം ചെയ്യുന്നത്. ആനുകൂല്യത്തിനായി കുടുംബനാഥന്റെ വരുമാനം മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നും ഭാര്യയുടെ വരുമാനം ഇതിൽ ഉൾപ്പെടുത്തില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 1000 ദിനാറിന് മുകളിൽ വരുമാനമുള്ളവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബഹ്റൈനും UAEയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളിലെയും സെൻട്രൽ ബാങ്കുകൾ 200 കോടി ബഹ്റൈൻ ദിനാറിന്റെ കറൻസി സ്വാപ്പ് കരാറിൽ ഒപ്പുവച്ചു. 5 വർഷത്തേക്കാണ് ഈ ഉഭയകക്ഷി കരാർ. ഇരു രാജ്യങ്ങളിലെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാർ പങ്കെടുത്ത ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് കരാർ ഒപ്പിട്ടത്. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും പുതിയ കറൻസി കൈമാറ്റ ചട്ടക്കൂട് സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision making. It develops confidence, discipline, and patience for life. For kids age 5 to 15,
structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. ബഹ്റിനിലെ തൊഴിൽ നിയമപ്രകാരം തൊഴിലാളികളുടെ വേതനം ഒരു അടിസ്ഥാന അവകാശമാണെന്നും പ്രത്യേക നിയമ സാഹചര്യങ്ങളില്ലാതെ ശമ്പളം കുറയ്ക്കാൻ തൊഴിലുടമയ്ക്ക് അധികാരമില്ലെന്നും നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നു. തൊഴിലാളി സമ്മതിച്ചാൽ പോലും അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള ശമ്പളം കുറയ്ക്കൽ നിയമപരമായി നിലനിൽക്കില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരം തേടാൻ തൊഴിലാളിക്ക് അവകാശമുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി, പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയ അസാധാരണ സാഹചര്യങ്ങളിൽ ബിസിനസ് തകർച്ച ഒഴിവാക്കാൻ താൽക്കാലികമായി മാറ്റങ്ങൾ വരുത്താൻ നിയമം അനുവദിക്കുന്നു. ഓരോ കേസിലെയും വസ്തുതകൾ പരിഗണിച്ച് കോടതിയാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. ബഹ്റിനിൽ ഏകദേശം 2200 ഓട്ടിസം കേസുകൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഇവർക്കായി സമഗ്രമായ ദേശീയ നയം വേണമെന്ന് പാർലമെന്റ് ആവശ്യപ്പെട്ടു. സ്വകാര്യ കേന്ദ്രങ്ങളിലെ ഉയർന്ന ചികിത്സാ ചെലവ് സാധാരണക്കാർക്ക് ബാധ്യതയാകുന്നതായും പരിശോധനകൾക്കും പരിശീലനത്തിനുമായി കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്നും MP-മാർ ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് നിലവിൽ 2 വയസ്സ് മുതൽ കുട്ടികളിൽ ഓട്ടിസം സ്ക്രീനിംഗ് നടത്തുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഓട്ടിസം സേവനങ്ങൾക്കായി ശക്തമായ നിയമനിർമ്മാണം വേണമെന്നും സ്കൂളുകളിൽ ഇൻക്ലൂഷൻ ക്ലാസുകൾ വർദ്ധിപ്പിക്കണമെന്നും പാർലമെന്റ് വിലയിരുത്തി. ദീർഘകാല പരിചരണവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാൻ ഏകോപിതമായ നീക്കം വേണമെന്നാണ് MP-മാരുടെ ആവശ്യം. ബഹ്റിനിലെ ഫുഡ് ട്രക്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ ഏകീകൃത ഡിജിറ്റൽ സംവിധാനം വരുന്നു. പുതിയ പദ്ധതി പ്രകാരം ഉടമകൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നിശ്ചിത സ്ഥലങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും ലൈസൻസ് നടപടികൾ പൂർത്തിയാക്കാനും സാധിക്കുമെന്ന് മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രാലയം അറിയിച്ചു. അതേസമയം മൊബൈൽ ഫുഡ് സെയിൽസിനായുള്ള പുതിയ നിർദ്ദേശത്തെ മുഹറഖ് മുനിസിപ്പാലിറ്റി എതിർത്തു. നിലവിലുള്ള നിയമങ്ങൾ തന്നെ ഈ മേഖലയ്ക്ക് പര്യാപ്തമാണെന്നാണ് അവരുടെ നിലപാട്. ഫുഡ് ട്രക്ക് മേഖലയെ കൂടുതൽ സംഘടിതമാക്കുന്നതിലൂടെ മികച്ച സേവനം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. പൊതുനിരത്തുകളിൽ അമിത ശബ്ദമുണ്ടാക്കിയും പരിഭ്രാന്തി സൃഷ്ടിച്ചും നിയമലംഘനം നടത്തിയ നിരവധി ഡ്രൈവർമാരെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ഇവരുടെ വാഹനങ്ങൾ 60 ദിവസത്തേക്ക് അധികൃതർ കണ്ടുകെട്ടി. വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തി അമിത ശബ്ദം പുറപ്പെടുവിപ്പിച്ചും അശ്രദ്ധമായി വാഹനം ഓടിച്ച് പൊതുജനങ്ങളുടെ സമാധാന ജീവിതം തടസ്സപ്പെടുത്തിയതിനുമാണ് ഈ കർശന നടപടി. പിടിയിലായവർക്കെതിരെ ആവശ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.